ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പ് ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ, യൂസ്ഡ് ലാപ്ടോപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡിറ്റിംഗ്, കോഡിങ്, ഏത് തരത്തിലുള്ള പർപ്പസ് ആണെങ്കിലും അതിന് പറ്റിയ യൂസ്ഡ് ലാപ്ടോപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. യൂസഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, അതാണ് ഷോപ്പിന്റെ പേര്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാലിക്കറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്, കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ 10,000 മുതലാണ് ലാപ്ടോപ്പിന്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 1 ഇയർ വാറണ്ടി വരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആളുണ്ട്. പേരെന്തായിരുന്നു? രാജീവ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓരോ ലാപ്പിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കാണുന്ന ഇതൊക്കെ ആണോ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്നത്? 10,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ 10,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നതാണ്. ഓക്കെ, ഈ കാണുന്ന ലാപ്പൊക്കെ, അതായത് ഡെല്ലിന്റെ ഈ കാണുന്ന മോഡൽസ് ഒക്കെ 10,000 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇതെങ്ങനെ ഇതിന്റെ സ്പെക്ക് വരുന്നത്? i3 ആണോ അല്ലെങ്കിൽ i5 ആണോ? i3 ഡുവൽ കോർ അങ്ങനത്തെ i3 ഡുവൽ കോർ അതിലൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇതിലോട്ട് വരികയാണെങ്കിൽ i5 8th ജനറേഷൻ ഒക്കെ വരുന്ന 25 റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. ഇത് ഡെല്ല് ലാറ്റിറ്റ്യൂഡ് സീരീസ് UHD ടൈപ്പ് ഡിസ്പ്ലേ വരുന്ന ടൈപ്പ് കണ്ടില്ലേ? ഇത് പോർട്ടബിൾ ആണല്ലേ, ചെറിയ സൈസിനാണല്ലോ വരുന്നത്. ചെറിയ 13 ഇഞ്ച് ഓഫീസ് യൂസിനൊക്കെ പറ്റുന്നത്. അതെ അതെ. ഇപ്പൊ ഒരു കോഡിംഗ് പർപ്പസിനൊക്കെ ഇപ്പോൾ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലാപ്പാ പറയാൻ പറ്റുക? ഇതില് i5 6th മുതൽ സ്റ്റാർട്ടിങ് 25 റേഞ്ചിലൊക്കെ ഉണ്ട്. 25,000 ആ റേഞ്ചിൽ 25 22 റേഞ്ചിലൊക്കെ ഉണ്ട്. i5 5th 6th ജനറേഷൻ ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഈ ഡെല്ലിന്റെ ഈ ഒരു മോഡൽ നമുക്ക് എങ്ങനെ പ്രൈസ് വരും? ഇത് 25 26 റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. UHD ടൈപ്പ് സാധനങ്ങളാണല്ലേ. ഡിസ്പ്ലേ ക്വാളിറ്റി ഇവര് ഡെബിറ്റ് കാർഡ് EMI അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് EMI അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓൺലി ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് EMI അവൈലബിൾ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോ ഈ ഡെല്ലിന്റെ മോഡൽ എങ്ങനെയാ റേറ്റ്? 360 വരുന്നത്. i5 വരുന്നത്. i5 8th ജനറേഷൻ. എങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് ഒരു 29-30 റേഞ്ചിൽ വരുന്നത്. നമ്മുടെ ഡെല്ലിന്റെ ഡിറ്റാച്ചബിൾ മോഡൽ അല്ലേ, നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും കീബോർഡൊക്കെ. ഇതിന്റെ സ്പെക്ക് വരുന്നത് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, i5 അല്ലേ, i5 8th ജനറേഷൻ 16 GB റാം. എങ്ങനെ റേറ്റ് വരിക? 32,000 ആ റേഞ്ചിൽ അല്ലേ. ഇതിന്റെ ഒക്കെ ഒറിജിനൽ ഇപ്പൊ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ എത്ര ബഡ്ജറ്റ്? 60-70 ആ ഒരു ബഡ്ജറ്റിൽ വരും അല്ലേ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ ഈ ഒരു ലാപ്പിന്റെ? i5 8GB റാം. i5 10th 8GB റാം 512 SSD വരുന്ന ടൈപ്പ്. ഏകദേശം 29 റേഞ്ചിൽ. ഇതിപ്പോ നമ്മുടെ HP വരുന്നതാണല്ലേ. HP പ്രോ ബുക്ക് വരുന്ന i5 10th 8GB 256 വരുന്ന ടൈപ്പാ. 34 റേഞ്ച്. ഇവിടെ മാക്ബുക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര? 20 റേഞ്ചിൽ അല്ലേ. 20,000 ആ റേഞ്ചിലാണ് മാക്ബുക്കിന് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഏതെങ്കിലും ഒന്നോ രണ്ടോ മോഡൽസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതിപ്പം മാക്ബുക്ക് എയർ ഏതാ മോഡൽ, ഏതാ സീരീസ്? ഇത് മാക്ബുക്ക് M1 സീരീസാ. 16GB റാം 256 SSD വരുന്ന ടൈപ്പ്. ഏകദേശം 60 റേഞ്ചിൽ പ്രൈസ് വരും. ഇതിന്റെ പുതിയതിന്റെ റേറ്റ് പറയുമ്പോൾ 1ന്റെ പുറത്ത് വരും. 1.10 അടുത്ത് വരും. ഓഫീസ് യൂസ്, എഡിറ്റിംഗ് വരെ ചെയ്യാം. മാക്ബുക്ക് പ്രോ നമ്മളെ കമ്പനി വാറണ്ടി അവൈലബിൾ ആണ്. 1 month കൂടെ ബാലൻസ് ഉണ്ട്. ലൈറ്റ് യൂസ് സാധനങ്ങളാണ്. i7 2019. ഇത് ഏകദേശം 62ന്റെ അടുത്ത് വരും. ഏകദേശം 1ന്റെ പുറത്ത് ആ റേഞ്ച് വരും. ഈ ഒരു മോഡലിന്റെ കാര്യങ്ങൾ ഇത് HP എലൈറ്റ് ബുക്ക് സീരീസിൽ വരുന്ന സാധനം, വിത്ത് ടച്ച് വരുന്നതാ. അത് i5 8th ജനറേഷൻ 8GB 256 SSD വരുന്ന ടൈപ്പ്. ഒരു മോഡൽ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുത്താലോ? ഒരുപാട് കളക്ഷൻ ബൾക്കായിട്ട് എടുക്കുന്നുണ്ടല്ലേ. വർക്ക് ചെയ്യുന്നതാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 32 റേഞ്ചിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലാപ്പിന്. ഇപ്പോൾ മാക്ബുക്ക് ആയാലും മറ്റ് ബഡ്ജറ്റ് റേറ്റിലുള്ള ലാപ്പ് ആയാലും ഒരുപാട് സാധനം, ക്വാളിറ്റി സാധനം
അതായത് 1 ഇയർ വാറണ്ടി വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ ഒരു 10,000 മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിട്ട് എടുത്ത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഓക്കെ, അപ്പോൾ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇവരെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.